സിഗരറ്റ് ചോദിച്ചാൽ ഇയാൾക്ക് ഇയാൾ എവിടെ കൊണ്ടാ വെച്ചിരിക്കുന്നത്? ഇതിനകത്തൊന്നും ഇല്ലല്ലോ. നമ്പീശ, സിഗരറ്റ് എവിടെയാ? എടോ നമ്പീശ, എടോ നമ്പീശ, എനിക്കൊന്ന് പോയിക്കണം. അതല്ലടോ, ഒന്നോ രണ്ടോ എന്താന്ന് വെച്ചാ കണ്ട് സഹായിച്ചിട്ട് വരിക. അതല്ലത്. ഒരു സിഗരറ്റ് ഒരു ദിവസം 4 എണ്ണം, അതെന്നെ അധിക. ഈ പട്ടരുടെ മൂത്രം മരുന്നിന് നല്ലതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് 1000 രൂപ ചോദിക്കുന്ന ഏനാ. എന്നാ പിന്നെ അതങ്ങോട്ട് വേണ്ടെന്ന് വെച്ചൂടെ. അമ്മനേർത്തി മരിക്കുമ്പോ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? ഈ നായരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുടിച്ചിട്ടും വലിച്ചിട്ടും കുളം തോണ്ടും നമ്പീശേട്ടാ, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളേന്ന്. എന്നിട്ടിപ്പ എന്തേണ്ട്? സാക്ഷാൽ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര് വിചാരിച്ചിട്ടും ഒരു കാര്യമില്ല. ഞാൻ പറയുന്ന വല്ല കേൾക്കുന്നുണ്ടാവോ? ഒരു അമ്പലവാസിയെ കൊണ്ടാണ് മദ്യം ഒഴിപ്പിക്കുന്നതും മത്സ്യമാംസാദികൾ വാങ്ങി വരുത്തി കഴിക്കുന്നതെന്നും ഓർമ്മ ഉണ്ടാവണട്ടാ. അതെ, അതിന്റെ രസസിദ്ധാന്തം തനിക്ക് അറിയാത്തോണ്ടാണോ? അതിന്റെ ഒരു സുഖം എന്താ നോക്കിക്കോ. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വിസ്കി, കുറച്ച് ഐസ്, എന്നിട്ട് കുറച്ച് സോഡ ഒഴിച്ച് അങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ നാടൻ ബീഫ് റോസ്റ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു സിഗരറ്റ് വെച്ച് കത്തിച്ച് പുകയൊക്കെ വിട്ട് ആ ഗ്ലാസ്സിൽ നിന്ന് ഒരു സിപ്പ് എടുത്തിട്ട് ഈ ബീഫ് ഉണ്ടല്ലോ, ആ ബീഫ് ഇങ്ങനെ കഴിക്കുമ്പോ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, ആ സുഖം തനിക്ക് അറിയാതെ പോയതാണോ എന്റെ കഷ്ടകാലം? കഷ്ടകാലം എന്റെയാ. നല്ല ജപക്കായി കഴിയേണ്ട എന്നെ ഈ കോലത്തിലാക്കിയില്ലോണ്ട നായര്.